ഒട്ടും തന്നെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവാത്ത ഒരു ഭയങ്കര നിരാശയോടെ പോയിരുന്ന കുറച്ച് ദിവസങ്ങളാട്ടോ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ശേഷം വീണ്ടും ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ എൻ്റെ പ്രൈവറ്റ് ജോബൊക്കെ റിസൈൻ ചെയ്ത് കഴിഞ്ഞ 2024 LDC എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു അത്രയും കഠിനമായിട്ട് തന്നെ PSC പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിസൾട്ട് വരികയും എന്നാൽ ഞാൻ ഉദ്ദേശിച്ച അത്ര നല്ലൊരു റാങ്കിലോട്ട് വരാത്തത് കൊണ്ടും ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ഗുരുവായൂർ LDC മാത്രമല്ല, ഒരു 38 വിജ്ഞാപനങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. 500 രൂപയും 300 രൂപയൊക്കെ ഫീസും അവർ ഈടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ജോബും കാര്യങ്ങളൊക്കെ റിസൈൻ ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് ബാക്കായിരിക്കും. ഒപ്പം ഞാനൊരു ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കോഴിക്കോടും എറണാകുളവും തിരുവനന്തപുരവും മാത്രമായിരുന്നു ഗുരുവായൂർ എക്സാമിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന സെൻറ്ററുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം പോയി എക്സാം എഴുതാനും ഇത്രയും നല്ലൊരു ഫീസ് കൊടുക്കാമെന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നെങ്കിലും പക്ഷേ നമുക്ക് എക്സാം എഴുതുക അതല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി മേടിക്കുക എന്ന് പറയുന്ന അത്രയും വലിയൊരു അംബീഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. എക്സാമൊക്കെ കഴിഞ്ഞ് മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിൻ്റെ 1 മാസം മുന്നേ മാത്രം സിലബസ് പുറത്തിറക്കി ജൂലൈ 13 എക്സാം നടത്തുകയും ചെയ്തു. അതിനുശേഷം 6 മാസമായിട്ടും ഒരു അനക്കവും ഇല്ലാതിരിക്കുകയായിരുന്നു കേട്ടോ ദേവസ്വം ബോർഡ്. നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ നാളെ വരും, 1 മാസം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞ് നീട്ടി വലിച്ച് കൊണ്ടുപോകുമായിരുന്നു സത്യത്തിൽ. എന്തായാലും ഈ ഒരു പുതുവർഷം തന്നെ ജനുവരി ഒരു 10-11 തീയതികളോടെ ആയിട്ടാണ് തോന്നുന്നുണ്ട് നമ്മുടെ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്. ഗുരുവായൂരിൽ നടക്കുന്ന എല്ലാ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും നിർത്തിവെച്ചുകൊണ്ടാണ് ഈ ഒരു വിധി വന്നത്. സത്യത്തിൽ അത്രയും ശുഭാപ്തി വിശ്വാസത്തോടെ ഇരുന്നിരുന്ന് നമ്മുടെ മുന്നിലേക്ക് ഒരു ഇടുത്തിയായിട്ട് വന്നിട്ടുള്ള ഒരു വിധിയായിരുന്നു കേട്ടോ ഇത്. ആ ഒരു വിധി കണ്ടതോടുകൂടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ ഓൾറെഡി ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരാളാണ്, പ്ലസ് നമ്മൾ മെന്റലി ഇതിൻ്റെ ഒരു പിരിമുറുക്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു വിധിയും കൂടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് നമ്മളെ വല്ലാതെ തളർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻസ് കൂടിയാണ് പോയിട്ടുണ്ടാവുക. ഞാൻ മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അങ്ങനെയായിരിക്കും എനിക്കറിയാം. എന്തായാലും KDRB ഇതിൻ്റെ മേലെ അപ്പീലിന് പോകുമെന്നും സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെൻ്റലിയും എക്കണോമിക്കലിയൊക്കെ സപ്പോർട്ട് ചെയ്യാം എന്നേ ഇപ്പോൾ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനത്തെ വിധികളും കാര്യങ്ങളൊന്നും നമ്മളെ തളർത്താൻ പോകുന്നില്ല. അതല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളതും. അപ്പോൾ നമ്മളിതിൽ നിരാശപ്പെട്ടിരിക്കാതെ ഇനിയും ഒരുപാട് PSCയുടെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഡിഗ്രിയുടെയും അതുപോലെ തന്നെ 10th ലെവലും ഫോഴ്സിലേക്കും ഒക്കെ ആയിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിരാശപ്പെട്ടിരിക്കാതെ നമ്മൾ ഇതിലും നല്ലൊരു അവസരം നമ്മളിലോട്ട് വരും, അതല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ട അവസരം നമുക്ക് തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ അടുത്തൊരു എക്സാമിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുക എന്നൊരു വിശ്വാസത്തോടെയാണ്